പ്രീമിയർ ലീഗിന്റെ 19ാം പതിപ്പിൽ ക്രിക്കറ്റ് പ്രേമികളെ ഒരേ സമയം ആശങ്കയിലാഴ്ത്തുകയും ആകാംക്ഷയിലാഴ്ത്തുകയും ചെയ്യുന്ന ഒരു വാർത്തയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നത്. IPL ചരിത്രത്തിലെ ഇതിഹാസ നായകൻ MS ധോണിയുടെ പരിക്ക് CSKയെ സംബന്ധിച്ചിടത്തോളം ഒരു യുഗത്തിന്റെ താൽക്കാലിക വിരാമം കൂടിയാണ്. രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള നിർണായക പോരാട്ടത്തിന് തൊട്ടുമുമ്പ് ധോണിക്ക് 2 ആഴ്ചത്തെ വിശ്രമം അനുവദിച്ചത് ടീമിനെ പുതിയൊരു പരീക്ഷണ ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ധോണിയുടെ അഭാവം സൃഷ്ടിക്കുന്ന വൈകാരികമായ ശൂന്യത ചെറുതാണെങ്കിലും പ്രായോഗികമായി നോക്കിയാൽ ഇതൊരു പുതിയ ടീമിനെ വാർത്തെടുക്കാനുള്ള അവസരമായാണ് മാനേജ്മെന്റ് കാണുന്നത്. ധോണിയുടെ അഭാവം സൃഷ്ടിക്കുന്ന വൈകാരികമായ ശൂന്യത വാക്കുകൾക്കതീതമാണ്. സ്റ്റേഡിയത്തിന്റെ ഗാലറികളിൽ ധോണി എന്ന മന്ത്രം മുടങ്ങുമ്പോൾ ആ പഴയ ഫിനിഷറുടെ മാന്ത്രികത കാണാൻ ഇക്കുറി ആരാധകർക്ക് കാത്തിരിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നൽകുന്ന ആത്മവിശ്വാസം ഒരു പകരക്കാരനും നൽകാനാവില്ലെങ്കിലും യഥാർത്ഥങ്ങളെ ഉൾക്കൊള്ളാൻ ടീം നിർബന്ധിതരായിരിക്കുകയാണ്. 2 ആഴ്ചത്തെ നിർബന്ധിത വിശ്രമം ധോണിക്ക് ആവശ്യമായി വന്നിരിക്കുന്നത് CSKയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരീക്ഷണ ഘട്ടമാണ്. എന്നാൽ ഈയൊരു വെല്ലുവിളിയെ ഒരവസരമായി കാണാനാണ് ടീം മാനേജ്മെന്റ് ശ്രമിക്കുന്നത്. വികാരങ്ങൾ മാറ്റിവെച്ച് പ്രായോഗികമായ ഒരു പുതിയ സിസ്റ്റം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണവർ. ധോണിയിൽ നിന്ന് ഇനി അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭാവിയിലേക്കുള്ള അടിത്തറ പാകാനാണ് ടീം ലക്ഷ്യമിടുന്നത്. ഈ നിർണായകമായ സാഹചര്യത്തിലാണ് വെറ്ററൻ സ്പിന്നർ അശ്വിൻ CSKക്കായി ഒരു പുതിയ രൂപരേഖയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ധോണിയില്ലാത്ത ചെന്നൈ 11 എങ്ങനെയായിരിക്കണമെന്നതിൽ അശ്വിന് വ്യക്തമായി കാഴ്ചപ്പാടുണ്ട്. യുവത്വവും ആക്രമണവും ഒത്തുചേരുന്ന ഒരു പ്ലേയിങ് 11നെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ബാറ്റിംഗ് നിരയുടെ കുന്തമുനയായി സഞ്ജു സാംസണും ഋതുരാജ് ഗെയ്ക്വാദും ഓപ്പണിംഗിൽ എത്തണമെന്നത് ആരാധകരെ ആവേശഭരിതമാക്കുന്ന ഒന്ന് തന്നെയാണ്. ഗെയ്ക്വാദിന്റെ കരുത്തും സഞ്ജുവിന്റെ വെടിക്കെട്ടും ചേരുമ്പോൾ അതൊരു മാരക കോംബോയായി മാറും. ഈ കൂട്ടുകെട്ട് നേരത്തെ തന്നെ ടീമിന്റെ പദ്ധതികളുടെ ഭാഗമാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. 3ാം നമ്പറിൽ ആരെന്ന ചോദ്യത്തിന് ഉർവിൽ പട്ടേൽ എന്ന ഉത്തരമാണ് അശ്വിൻ നൽകുന്നത്. യുവതാരം ആയുഷ് മാത്രയേക്കാൾ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ വെറും 28 പന്തിൽ സെഞ്ചുറി നേടിയ ഉർവിലിന്റെ പ്രഹരശേഷി ടീമിന് മുതൽക്കൂട്ടാകും. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ധോണിയുടെ ഗ്ലൗസുകൾ അണിയാൻ ഏറ്റവും അനുയോജ്യൻ ഉർവിൽ തന്നെയാണെന്ന് അശ്വിൻ വിശ്വസിക്കുന്നു. 4ാം നമ്പറിൽ ബേബി എബി എന്നറിയപ്പെടുന്ന ഡെവാൾഡ് ബ്രേവ്സ് എത്തുന്നതോടെ മധ്യനിരയുടെ കരുത്തിരട്ടിയാകും. ഏത് സാഹചര്യത്തിലും സ്കോർ ഉയർത്താൻ കഴിവുള്ള ബ്രേവിസ് CSKയുടെ ബാറ്റിംഗ് തന്ത്രങ്ങളിൽ പ്രധാനിയാണ്. 5ാം നമ്പറിൽ T20 ലോകകപ്പിലെ ഹീറോ ശിവൻ ദുബെ തന്നെയാകും ചെന്നൈയുടെ നട്ടെല്ല്. ധോണിയുടെ ബാറ്റിംഗ് സ്ഥാനമായ 6ാം നമ്പറിൽ സർഫ്രാസ് ഖാനെയാണ് അശ്വിൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച ഫോമും മധ്യനിരയിൽ കളിക്കാനുള്ള പരിചയസമ്പത്തും സർഫാസിനെ ഒരു വിശ്വസ്തനായ ബാറ്ററാക്കുന്നു. 7ാം നമ്പറിൽ പ്രശാന്ത് വീറിന് പകരം 14.2 കോടി രൂപയുടെ കരുത്തുമായെത്തിയ കാർത്തിക് ശർമ്മയെ കളിപ്പിക്കണമെന്ന് അശ്വിൻ മുന്നോട്ട് വെക്കുന്ന പ്രധാന തീരുമാനമാണ്. ബൌളിംഗ് നിരയിലും വിദേശ സ്പിൻ കരുത്ത് അശ്വിൻ ഉറപ്പാക്കുന്നു. വെസ്റ്റ് ഇൻഡീസ് താരം അഖിൽ ഹുസൈനും അഫ്ഗാൻ സ്പിന്നർ നൂർ അഹമ്മദും ചേരുന്ന സ്പിൻ കൂട്ടുകെട്ട് എതിരാളികളെ കുഴപ്പിക്കാൻ പ്രാപ്തമാണ്. 9ാം നമ്പറിൽ നൂർ അഹമ്മദിന്റെ സാന്നിധ്യം CSKയുടെ ബൌളിംഗിന് പുതിയൊരു ഉണർവ് നൽകും. പേസ് നിരയുടെ ചുമതല മാറ്റ് ഹെൻറിയും ഖലീൽ അഹമ്മദുമാണ് വഹിക്കുക. 10ാം നമ്പറിൽ ഹെൻറിയുടെ പരിചയസമ്പത്തും 11ാമനായി ഖലീലിന്റെ ഇടംകൈൻ സ്പേസും CSKക്ക് കൃത്യമായ ബാലൻസ് നൽകുന്നു. ഇമ്പാക്ട് പ്ലെയറായി അൻഷുൽ കാംബോജ്, ശ്രേയസ് ഗോപാൽ, രാമകൃഷ്ണ ഘോഷ്, രാഹുൽ ചാഹർ എന്നിവരെ സജ്ജമാക്കാനും അശ്വിൻ മറന്നില്ല. ധോണിയുടെ നായകത്വവും തന്ത്രങ്ങളും മൈതാനത്തുണ്ടാവില്ല എന്നത് CSKക്ക് ഒരു തിരിച്ചടി തന്നെയാണ്. എങ്കിലും യുവരക്തത്തിന്റെ വീര്യവും പുതിയ തന്ത്രങ്ങളും ചേർത്ത് രാജസ്ഥാനെ നേരിടാൻ മഞ്ഞപ്പട സജ്ജമാവുകയാണ്. ധോണിയുടെ അഭാവം ടീമിലെ ഓരോ അംഗത്തിനും ഒരു അധിക ഉത്തരവാദിത്വം നൽകുന്നു. ആ നിഴലിൽ നിന്ന് ഇറങ്ങി വന്ന് തങ്ങളുടേതായ സാമ്രാജ്യം പണിയാനുള്ള തയ്യാറെടുപ്പിലാണ് ചെന്നൈയിലെ പുതിയ പടയാളികൾ.